ഭാരതീയ ജനതാ പാർട്ടിയെ 2026 ജയിപ്പിക്കാനുള്ള ഊർജം വീണ്ടെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതൊക്കെ ഒരു ശക്തി വോട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചിരിക്കുന്നത്. കണക്ക് നിങ്ങൾ അസംബ്ലി ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനല്ല, ഇത് ഉപതെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചത്. ഈശ്വരേട്ടാ, ഈ ഏതാണ്ട് 7000-ലധികം വോട്ടുകൾ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് പരിശോധിക്കണ്ടേ? ഇത് RSS നേരിട്ടൊന്ന് പണിയെടുത്തിട്ട് പോലും ഇത് സംഭവിച്ചില്ല എന്ന് പറയുമ്പോഴോ? എപ്പോഴും RSS നേരിട്ട് പണിയെടുക്കാറുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ഇനി ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായി. 2 സീറ്റിലുള്ള BJPയെ ഇപ്പം 400 സീറ്റ് വാങ്ങി ഭരിക്കുന്നില്ലേ. ഞങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല BJPക്ക്. ഞങ്ങൾ മുന്നോട്ട് ശക്തമായി തന്നെ പോകും. അത് ഞങ്ങൾ സംഘടനാ ലെവല് കൂടി തീരുമാനിക്കേണ്ടത്. സന്ദീപ് വാര്യർ പുറത്തു പോയത് അയാളിപ്പോ പറഞ്ഞ് ചാണകവെള്ളം തളിച്ച് സുരേന്ദ്രനെ പുറത്താക്കണം, എന്നാലും പാർട്ടി നേരാവുള്ളൂ. സുരേന്ദ്രൻ ശക്തനായ ഞങ്ങളുടെ നേതാവാണ്. സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ നേതാവാണ്. അത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. മൂത്താം തരം BJPയുടെ ഉരുക്ക് വോട്ടാണ്.